नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वो वक्प्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओം. എല്ലാവർക്കും പ്രണാമം. ഓം നമോ നാരായണ. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് 9ാമത്തെ ബ്രാഹ്മണത്തിൻ്റെ പ്രഥമ മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത്ത്. ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം. തൃതീയാധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം. നവമ ബ്രാഹ്മണം ശാഖല്യ ബ്രാഹ്മണം. പ്രഥമ മന്ത്രം. അദഹി ഏനം വിദഗ്ധഃ ശാഖല്യഃ പപ്രച്ഛ കതി ദേവാഃ യാജ്ഞവൽക്യ ഇതി സഹ ഹ ഏതയാ ഏവ നിവിധാ പ്രതിപേദേ യാവന്തഃ വൈശ്വദേവസ്യ നിവിദ് ഇതി ഉച്യന്തെ. ത്രയച്ഛ ത്രീച്ച ശത ത്രയച്ഛ ത്രീച്ച സഹസ്ര ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി ത്രയത്രിംശത് ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി ഷഡ് ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി ത്രയ ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി ദ്വാവ് ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി അധ്യർത്ഥ ഇതി. ഓം ഇതി ഹോവാച കതി ഏവ ദേവാഃ യാജ്ഞവൽക്യ ഇതി ഏക ഇതി. ഓം ഇതി ഹോവാച കഥമേതേ ത്രയച്ഛ ത്രീച്ച ശത ത്രയച്ഛ ത്രീച്ച സഹസ്ര ഇതി. പ്രഥമ മന്ത്രം ഒരു പകുതി വരെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. സാമാന്യമായി ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിൽ വിദ്വാൻമാരുടെ പണ്ഡിത കുലപതി ആര് അല്ലെങ്കിൽ ശ്രേഷ്ഠൻ ആര് എന്ന് കണ്ടുപിടിക്കാനായിട്ട് യാജ്ഞവൽക്യ മഹർഷിയോടൊപ്പം തന്നെ മറ്റു പണ്ഡിതന്മാരും ഇരിക്കുന്ന വിദ്വത്സഭ. അതിലും അനേകം ആളുകൾ ചോദ്യവും അതിനുള്ള മറുപടിയും യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അതിന് നമ്മൾ സാമാന്യമായി അക്ഷരബ്രാഹ്മണം വരെ കണ്ടു. അടുത്തത് ശാഖല്യ ബ്രാഹ്മണം. അദഹി ഏനം വിദഗ്ധഃ ശാഖല്യഃ പപ്രച്ഛ. ഗാർഗി ഉപരമിച്ചതിനനന്തരം ശാഖല്യൻ യാജ്ഞവൽക്യ മഹർഷിയോടായിട്ടുള്ള ചോദ്യത്തിനായി എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: കതി ദേവാഃ യാജ്ഞവൽക്യ ഇതി. അല്ലയോ യാജ്ഞവൽക്യരെ, ദേവന്മാർ എത്ര പേരാണ് ഉള്ളത് എന്ന് അങ്ങക്കറിയാവുന്നത്? അത് ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടുകൂടി അങ്ങ് അതിന് മറുപടി നൽകവേണം. അതാണ് ശാഖല്യൻ്റെ ആവശ്യം അല്ലെങ്കിൽ ചോദ്യം. യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു: സഹ ഹാ ഏതയാ ഏവ നിവിദ പ്രതിപേദേ. അത് നിവിത്തിൽ പ്രതിപാദനം ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങ് നിവിത്തുകൾ പഠിച്ചിട്ടില്ലേ
എന്ന രീതിയിൽ ചോദ്യത്തിനുള്ള ഡയറക്റ്റ് ഉത്തരം പറയാതെ യാജ്ഞവൽക്യ മഹർഷി മറ്റൊരു ചോദ്യം ശാകല്യനോട് ചോദിക്കുകയാണ്. നിവിത്ത് നമ്മൾ കണ്ടിരുന്നു. നിവിത്ത് എന്ന് പറഞ്ഞാൽ ഋഗ്വേദ സ്തുതി ഭാഗം. ഋഗ്വേദ ശാഖയിൽ ആ ആയിരക്കണക്കിന് മന്ത്രങ്ങളുള്ളതിൽ അതിൽ ദേവതകളെ സ്തുതിക്കുന്ന മന്ത്രഭാഗങ്ങൾ, ഇവിടെ ഭാഗം എന്ന് വെച്ചാൽ മന്ത്രഭാഗമാണ്. മന്ത്രരാശികൾ, മന്ത്രഭാഗങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ ആ സ്തുതി മന്ത്രങ്ങളെയെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് നിവിത്ത് എന്നത്. അത് അങ്ങേക്ക് അറിയില്ലേ എന്നതാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടി. അതിനുശേഷം അദ്ദേഹം പറയുന്നു, യാവന്തഃ വൈശ്വദേവസ്യ നിവിത് ഇതി ഉച്യന്തേ. യാവന്തഃ വൈശ്വദേവന്റെ നിവിസ്തുതി എത്ര ആണോ അത്ര തന്നെയാണ് അങ്ങ് ചോദിച്ച ദേവതകളുടെ എണ്ണവും. നമ്മൾ അവിടെ വരെ കണ്ടു. ഇനി വൈശ്വദേവൻ എന്ന വാക്ക് എഴുതിക്കോളൂ. വിശ്വാം 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 ദീർഘമുണ്ട്. വിശ്വത്തിൻ്റെ, അതായത് 14 ലോകങ്ങളിൽ, അതാണ് വിശ്വാം. നരാണാം നരാണാം സംബന്ധി സംബന്ധി. വിശ്വാം നരാണാം സംബന്ധി ഇതി വൈശ്യം. വിശ്വാം നരാണാം സംബന്ധി ഇതി വൈശ്യം. വിശ്വത്തിൻ്റെ നരാണാം. നരാണെന്ന് വെച്ചാൽ ഇവിടെ നരന്മാരെന്ന് പറയുമ്പോൾ എവിടെയാണുള്ളത്? അവർ വിശ്വം മുഴുവനില്ല. അവരെവിടെയാണുള്ളത്? മനുഷ്യലോകത്ത്. നരൻ എന്ന് വെച്ചാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം അല്ലേ? നമ്മൾ നാരായണൻ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താ അല്ലേ? ഭഗവാൻ നാരായണൻ. നമ്മൾ നാരായണ എന്ന് പറയാറില്ല. എന്താണ്? നരാണാം പരമം അയനം ഇത് നാരായണൻ അല്ലേ? നമുക്കറിയാമല്ലോ. നമ്മൾ ഓം നമോ നാരായണ എന്നൊക്കെ പറയാറില്ലേ അല്ലേ? നരാണാം പരമം അയനം. ഇതിവിടെ ആവശ്യമില്ല, ഞാൻ സന്ദർഭോചിതമായി ഉദാഹരണം പറയുന്നേ ഉള്ളൂ. നരാണാം പരമം അയനം. നരന്മാർക്ക്, മനുഷ്യന്മാർക്ക് പരമമായ അൾട്ടിമേറ്റായ അയനം എന്ന് വെച്ചാൽ അഭയം. ആരാണോ നൽകുന്നവൻ അവൻ നാരായണൻ അല്ലേ? യസ്യ സഹ നാരായണഃ. അതുപോലെ തന്നെ ഇവിടെ നരാണ എന്ന് വെച്ചാൽ നരന്മാർക്ക്, മനുഷ്യന്മാർക്ക്. അപ്പം വിശ്വാം നരാണ, പരമാത്മാവ് വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ആ ഭഗവാനെ വൈശ്വദേവൻ എന്ന് വിളിക്കുന്നു. യാജ്ഞവൽക്യ മഹർഷി പറയാം അതിന് കാരണം വൈശ്വദേവൻ എന്നൊരു പര്യായം ഉണ്ട് ഭഗവാന്. ആ പര്യായം വരാൻ കാരണം നരാണാം മനുഷ്യന്മാർക്ക്, അവരെ സംബന്ധി. സംബന്ധി എന്ന് വെച്ചാൽ മാധ്യമം എന്നാണ് അർത്ഥം. മാധ്യമം സംബന്ധം. നമ്മൾ സാധാരണ സംബന്ധി എന്ന് വെച്ചാൽ കണക്ഷൻ എന്നുള്ള അർത്ഥം, സംബന്ധം അല്ലേ? മാതാപിതാ സംബന്ധം എന്നൊക്കെ നമ്മൾ പറയാം. ആ അർത്ഥമല്ല ഇവിടെ കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ശാസ്ത്രത്തിൻ്റെ രീതി ഇങ്ങനെയാണ്, ഓരോ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറും. അപ്പം വിശ്വാം നരാണാം സംബന്ധി എന്ന് വെച്ചാൽ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവ് മനുഷ്യലോകത്ത് മനുഷ്യ ശരീരം, എഴുതിക്കോളൂ, മനുഷ്യലോകത്ത് മനുഷ്യ ശരീരം മാധ്യമമാക്കിയ, മനുഷ്യലോകത്ത് മനുഷ്യ ശരീരം മാധ്യമമാക്കിയ ദേവതകളെ മനുഷ്യലോകത്ത് മനുഷ്യ ശരീരം മാധ്യമമാക്കിയ, അല്ലെങ്കിൽ ഉപായം ആക്കിയ എന്നും എഴുതാം, രണ്ട് ശരിയാണ്. മാധ്യമമാക്കിയ ദേവതകളെ വൈശ്വദേവർ എന്ന് വിളിക്കുന്നു.
ദേവതകളെ വൈശ്വദേവർ എന്ന്. മനുഷ്യലോകത്ത് മനുഷ്യ ശരീരം മാധ്യമം, അതായത് മനുഷ്യ ശരീരം എടുത്തവർ. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഭഗവാൻ രാമൻ, ഭഗവാൻ കൃഷ്ണൻ, ഇവരൊക്കെ വൈശ്വദേവനാണ്. കാരണം എന്താണ്? അവർ മനുഷ്യലോകത്ത് അവതരിച്ചു. അതാണ് നമ്മുടെ സങ്കല്പം. അവതരിച്ചു മനുഷ്യലോകത്ത് മനുഷ്യ ശരീരത്തിൽ മാധ്യമമാക്കി, ആ മനുഷ്യ ശരീരം ഉപായമാക്കിക്കൊണ്ട് അവർ അവതാര ഉദ്ദേശത്തിൻ്റെ ലീലകളാടി. അതുപോലെ ഇപ്പോൾ ഇന്ദ്രൻ, വരുണൻ ഇത്യാദി ദേവതകളും, കാരണം നമ്മളിത് പഠിക്കുന്ന ത്രേതായുഗത്തിലെ കഥയാണ്, അല്ലെ ആഖ്യായികയാണ്. അപ്പോൾ ആ സമയത്ത് ഈ വേദത്തെ, ഇപ്പം നമ്മൾ കൃഷ്ണ യജുർവേദം ശുക്ല യജുർവേദം അല്ലേ പഠിക്കുന്നത്, അവിടെ രാമചന്ദ്രാദികളെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ വേദത്തിൽ. അതുകൊണ്ട് ഇപ്പം നമുക്ക് വൈശ്വദേവൻ എന്ന് വിളിക്കുന്നത് ഭഗവാൻ രാമനെയോ കൃഷ്ണനെയോ ആണെന്ന് ഇവിടെ ഉദാഹരിക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാകാനായിട്ട് ഉദാഹരണം എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ ഇപ്പം ഉദാഹരിക്കുമ്പോൾ എന്ത് പറയണം? ഇന്ദ്രാദികൾ, അല്ലേ? ഇന്ദ്രൻ, വായു, വരുൺ, അവർ പല സന്ദർഭങ്ങളിലും ദേവലോകത്തു നിന്നും മനുഷ്യലോകത്തെത്തി പല ശരീരങ്ങളും സ്വീകരിച്ച കഥകൾ നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടില്ല. മനുഷ്യ ശരീരം മാത്രമല്ല, മറ്റ് പശുപക്ഷിയാദി അല്ലാതെ തിരിയക്കാദി ശരീരങ്ങളും സ്വീകരിച്ച കഥകൾ നമുക്കറിയാം. ഞാൻ ആ കഥയിലേക്കൊന്നും പോകുന്നില്ല. രാമായണം എടുത്തു നോക്കിക്കോളൂ, ഭാഗവതം എടുത്തോളൂ, അവിടെയൊക്കെ ഇന്ദ്രാദികളൊക്കെ എന്തൊക്കെ ചെയ്തു, അല്ലേ? അവരുടെ കാമനാപൂർത്തിക്കായിക്കൊണ്ടുള്ള മനുഷ്യാവതാരങ്ങൾ. അപ്പം അവരെ വൈശ്വദേവർ എന്ന് വിളിക്കും. അപ്പം ഭഗവാൻ രാമനായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ അവരും മനുഷ്യ ശരീരം എടുത്ത് മനുഷ്യലോകത്ത് അവതരിച്ച് അവരുടെ ധർമ്മം പൂർത്തീകരിച്ച ആ അവതാരത്തിനെയും ഇപ്പം രാമൻ എന്ന അവതാരത്തിനെയും നമുക്ക് വൈശ്വദേവൻ എന്ന് വിളിക്കാം, തെറ്റില്ല. കാരണം ഈ പരിഭാഷയായിട്ട് അത് ചേരുന്നുണ്ട്. അപ്പം ഇന്ദ്രാദി ദേവതകളും അവർക്കും അതിനുള്ള കഴിവുണ്ട്. കാരണം മനുഷ്യരായ നമ്മളെപ്പോലെയല്ല ദേവതകൾ. അവർ അനേകം സിദ്ധികളുള്ളവരാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും മനുഷ്യലോകത്ത് വന്ന് മായയോടുകൂടി അവർക്ക് ലീലകളാടുവാനുള്ള ശേഷിയുള്ളവരാണ്. അപ്പോൾ അവരെയും വൈശ്വദേവൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് വൈശ്വദേവൻ എന്ന വാക്കിൻ്റെ അർത്ഥം. യാവന്തഃ, നമുക്ക് മന്ത്രത്തിലേക്ക് മടങ്ങി വരാം. യാവന്തഃ വൈശ്വദേവസ്യ. അപ്പോൾ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി വൈശ്വദേവന്മാർ, വൈശ്വദേവസ്യ ബഹുവചനം, വൈശ്വദേവന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രൻ, വരുണൻ, വായു, അഗ്നി ഇത്യാദി ദേവതകളെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതിനുള്ള കാരണം വേദത്തിൽ ദേവതകളെയാണ് പരാമർശിക്കുന്നത്. ദേവതകളെയാണ് നിവിത്തുക്കളിലൂടെ സംഖ്യകളിലൂടെ സ്തുതിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ വൈശ്വദേവസ്യ എന്ന് പറഞ്ഞ ദേവതകൾ സ്വർഗാദിലെ ദേവതകളാണ്. യാവന്തഃ വൈശ്വദേവസ്യ നിവിത് ഇതി ഉച്യന്തേ. അപ്പോൾ നിവിത്ത് എന്തെന്ന് നമ്മൾ കണ്ടു, വൈശ്വദേവരെന്തെന്ന് കണ്ടു. ഇനി അത് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി, അല്ലേ? അല്ലയോ ശാഖല്യ, അങ്ങ് ചോദിച്ചു എത്ര ദേവതകൾ ഉണ്ടെന്ന്. ആ ദേവതകളുടെ എണ്ണം നിവിത്തിൽ പറയുന്നു. നിവിത്തിൽ പറയുന്ന ഈ ദേവന്മാരെ എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് പറയുന്ന പേരാണ് വൈശ്വദേവർ. എത്ര എണ്ണം പറയുന്നുണ്ടോ ആ എണ്ണം എവിടെയാണ് പരാമർശിക്കുന്നത്? നിവിത്തിൽ പരാമർശിക്കുന്നുണ്ട്. നിവിത്തിൽ പരാമർശിക്കുന്ന എണ്ണത്തിലുള്ള എത്ര ദേവതകളുണ്ട് ആ ദേവതകളെ എല്ലാം കൂടെ നമ്മളൊരു കാറ്റഗറൈസ് ചെയ്യുകയാണ്, ഒരു ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ അവരെ എല്ലാം കൂടെ ചേർന്ന് വിളിക്കുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് വൈശ്വദേവർ. അതാണ് ഇവിടെ പറയുന്നത്, ഉച്യന്തേ എന്ന് പറയുന്നു. ഇനി ഈ നമ്പർ പറഞ്ഞു. ഇതിൽ 2 പാഠഭേദമുണ്ട്. നിങ്ങളുടെ പുസ്തകം മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിൽ മാധ്യന്തിരിക ശാഖയിലെ ആണ് സ്വാമിജി വ്യാഖ്യാനം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് പുസ്തകമുള്ളവരെടുക്കും. പേജ് 278 ആ വ്യാഖ്യാനം ഞാനൊന്ന് വായിക്കാം. അനന്തരം ശകലന്റെ പുത്രനായ വിദഗ്ധൻ യാജ്ഞവൽക്യനോട് ചോദിച്ചു, യാജ്ഞവൽക്യ, ദേവന്മാർ എത്രയുണ്ട്? യാജ്ഞവൽക്യൻ:
ഈ നിവിത്ത് കൊണ്ട് തന്നെ ഉത്തരം പറഞ്ഞു. 303 3003 എന്ന് ശരിയെന്ന് വീണ്ടും അല്ലേ പറഞ്ഞു. അങ്ങനെ പോവാണ്. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കണേ. ഇന്നലെ നമ്മൾ പറഞ്ഞ എത്രയാണ്? 3, 300, 3000. അത് കാണ്വ ശാഖയുടെ നമ്പറാണ്. നമ്മളിവിടെ ഗുരുകുലത്തിൽ കാണ്വ ശാഖയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഈ നമ്പരും എടുക്കാൻ തെറ്റില്ല. അതുകൊണ്ട് വിടാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിലെ നമ്പർ എടുക്കാം, തെറ്റില്ല. അതിന് സ്വാമിജി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മാധ്യന്തിനിക ശാഖ എന്തെന്ന് ചെയ്തെന്ന് വെച്ചാൽ, ത്രയച്ച ത്രീച്ച ശതാ. ത്രയച്ച 300ന്റെ കൂടെ കൂട്ടി, അങ്ങനെയാണ് 303 വന്നത്. അടുത്തത് ത്രയച്ച ത്രീച്ച സഹസ്ര, 3000ന്റെ കൂടെയും 3 കൂട്ടി, അങ്ങനെ 3003. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കണക്കെടുക്കാം. അല്ലെങ്കിൽ 3,300,3000 എന്നും എടുക്കാം, തെറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇത് തന്നെ സ്വാമിജിയുടെ പുസ്തകത്തിൽ തന്നെ എഴുതിക്കോളൂ, തെറ്റൊന്നുമില്ല. ത്രയച്ച ത്രീച്ച ശതാ ത്രയച്ച ത്രീച്ച സഹസ്ര ഇതി. അതായത് 3,000, 3000, 300 എത്രയായാലും ആയിക്കോട്ടെ. ഇനി ആ നമ്പറുകളുടെ വിസ്താരം വരുന്നുണ്ട്, അപ്പം നമുക്കിത് മനസ്സിലായിക്കോളും. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഒന്നാമത്തെ മന്ത്രം. ഇനി ആ 3 എന്തെന്നും എല്ലാം യാജ്ഞവൽക്യ മഹർഷി പറയുന്നുണ്ട്. ഓം ഇതിഹോവാച. ശാകല്യൻ പറഞ്ഞു, ശരി, ഞാൻ അതിനെ അംഗീകരിക്കുന്നു, അങ്ങയുടെ ഉത്തരത്തെ. അതിനുശേഷം ശാകല്യൻ പറയുകയാണ്, കതിയേവ ദേവാഹ യാജ്ഞവൽക്യ ഇതി ത്രയത്രിംശത് ഇതി. അല്ലയോ യാജ്ഞവൽക്യ മഹർഷേ, കതിയേവ ദേവാഹ എന്താണ് പറയുന്നത്? എത്ര? വീണ്ടും ചോദിക്കുകയാണ് അല്ലേ, ദേവന്മാർ എത്രയുണ്ട്? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു ത്രയത്രിംശത് ഇതി, അത് 33. അപ്പോൾ ഈ നമ്പറിന് എന്തെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നമ്മൾ 3, 4 മന്ത്രങ്ങളൊക്കെ ആകുമ്പോൾ ഇത് എല്ലാം യാജ്ഞവൽക്യ മഹർഷി തന്നെ നമുക്കത് വഴി തുറന്ന് തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതിന് വീണ്ടും ചോദിക്കുന്നു, കതിയേവ ദേവാഹ യാജ്ഞവൽക്യ ഇതി. വീണ്ടും ശാകല്യം ചോദിക്കുകയാണ്. ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുകയാണ്, ദേവന്മാർ എത്രയുണ്ട്? അപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ 3 പറഞ്ഞു, പിന്നെ 300 പറഞ്ഞു, 3000 പറഞ്ഞു, പിന്നെ 33 പറഞ്ഞു. വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു 6. ഷഡ് ഇതി. അല്ലയോ ശാകല്യ, 6 ദേവന്മാരുണ്ട്. അപ്പോൾ ശാകല്യം മറുപടി പറയുന്നു, ഓം ഇതിഹോവാച. ശരി ശരി, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഓം കതിയേവ ദേവാഹ യാജ്ഞവൽക്യ ഇതി. കതിയേവ ദേവാഹ യാജ്ഞവൽക്യ ഇതി. ശാകല്യൻ വീണ്ടും ചോദിക്കുന്നു, എത്ര ദേവതകളുണ്ട്? ശരിക്കും എത്ര ദേവതകളുണ്ട് യാജ്ഞവൽക്യരെ? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു ത്രയ ഇതി, അത് 3 ആകുന്നു. ഓം ഇതിഹോവാച. ശരി, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവർ തമ്മിലുള്ള സംഭാഷണം നോക്കിയാലും മനസ്സിലാകും, എല്ലായിടത്തും ഓം ഇതിഹോവാച, ഞാൻ അതിനെ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു എന്ന് ശാകല്യം പറയുന്നുണ്ട്. അംഗീകരിക്കുന്നുണ്ട്, വീണ്ടും എന്തിനാണ് എത്ര ദേവതകളുണ്ട് എത്ര ദേവതകളുണ്ടെന്ന് ചോദിക്കുന്നത്? അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, യാജ്ഞവൽക്യ മഹർഷിയോട് ഓം ഇതിഹോവാച എന്ന് ശാകല്യൻ്റെ അംഗീകാരം എന്ന് പറഞ്ഞ് പൂർണ്ണമായ അംഗീകാരമല്ല. ശരി എന്നിട്ട് നമ്മൾ കാഷ്വലായിട്ട് പറയാറില്ല, ശരി ശരി, ഒരു വിശ്വാസക്കുറവ്, അത് ആ രീതിയിലാണ് ഇവിടെ ഓം ഇതിഹോവാച. അതിന് കാരണം ഇതാണ്, ആവർത്തിച്ച് ചോദിക്കുന്നു. അപ്പം 3 പറഞ്ഞു. അതിനുശേഷം ചോദിക്കുന്നു, കതി ഏവ ദേവാഹ യാജ്ഞവൽക്യ ഇതി. ശരിക്കും എത്ര ദേവതകളുണ്ട്? നമ്മൾ ചിലരോട് ചോദിക്കില്ല, ശരിക്കും നിങ്ങൾക്ക് എത്ര വയസ്സായി? നമ്മൾ എനിക്ക് ഇത്ര വയസ്സായി. ഡോക്ടറുടെ അടുത്തൊക്കെ പോകുക, എനിക്ക് 30 വയസ്സായി. ശരിക്കും അപ്പോൾ 30 വയസ്സാണ്, അപ്പോൾ അതിനുള്ള ഡോസിൻ്റെ മരുന്ന് വരാം. ശരിക്കും അത്ര തന്നെയാണ്. അപ്പോൾ പേടിച്ചിട്ട് പറയില്ല, എനിക്ക് 35 വയസ്സായി. ശരിക്കും 35 ആണോ? അപ്പോൾ ചോദിക്കുക, ഇല്ല ഇല്ല, എനിക്ക് 35 കഴിഞ്ഞിട്ട് 5 വർഷമായി, അല്ല 10 വർഷമായി, അങ്ങനെ പറയുന്നവരില്ലേ? അതുപോലെ
അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. കതിയേവ ദേവാഹ യാജ്ഞവൽക്യ ഋഷി. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു ദ്വാവിധി. ദ്വാവെന്ന് വെച്ചാൽ രണ്ട് അല്ലേ, ഏകം ദ്വിത, അതാണ് ദ്വാവ്, രണ്ടാകുന്നു. അപ്പോൾ ഓം ഇതി ഹോവാച, ശരി രണ്ടാണോ? ശരി. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു കതിയേവ ദേവാഹ യാജ്ഞവൽക്യ. യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിച്ചു ശരിക്കും എത്ര ദേവതകളുണ്ട്? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു അധ്യർത്ഥ ഇതി. അധി അർത്ഥ, അതായത് 1 + അര, അതാണ് അധ്യർത്ഥ. 1.5 ദേവതകളുണ്ട്. അപ്പോൾ എന്ത് പറയുന്നു? ഓം ഇതി ഹോവാച, ശരി 1.5 ആണെങ്കിൽ 1.5. അടുത്തത് കതിയേവ ദേവാഹ യാജ്ഞവൽക്യം. ശാകല്യം ചോദിക്കുന്നു ശരിക്കും എത്ര ദേവതകളുണ്ട്? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു ഏക ഇതി, അത് ഒന്നാകുന്നു. ഓം ഇതി ഹോവാച, ശരി ശരി തന്നെ. അതിനുശേഷം ശാകല്യം പറയാണ് കഥമേ തേ ത്രയച്ച. കഥമേ തേ ത്രീ. കഥമേ എന്നുള്ള വാക്ക് എല്ലാറ്റിൻ്റെയും കൂടെ നമ്മൾ അന്വയിക്കുമ്പോൾ അധ്യാഹാരം ചെയ്യണം. ശ്രദ്ധിക്കുക. കഥമേ തേ ത്രയച്ച, കഥമേ തേ ത്രി ച, കഥമേ തേ ശതാ. കഥമേ വെറുതെ നോക്കിയിരുന്നാൽ മതി കേട്ടോ, എഴുതൊന്നും വേണ്ടത്. കഥമേ തേ ത്രയച്ച, കഥമേ തേ ത്രീച്ച, കഥമേ തേ സഹസ്ര ഇതി. ശരിക്കും അല്ലയോ യാജ്ഞവൽക്യരെ, ഇത് 3 ആണോ, 300 ആണോ, 303 ആണോ, 3000 ആണോ, 3003 ആണോ, 6 ആണോ, 3 ആണോ, 33 ആണോ, 2 ആണോ, 1 ആണോ, 1.5 ആണോ? എന്താണ് ഈ സംഖ്യകൾ സൂചിപ്പിക്കുന്നത്? അതാണ് കഥമേ തേ. തേ എന്ന് വെച്ചാൽ ഇവ. ഏത്? തേ സംഖ്യാഹ, തേ സംഖ്യാഹ. മൃഡാനന്ദ സ്വാമിയുടെ പുസ്തകത്തിൽ പേജ് 272 തേ എന്ന് വെച്ചാൽ അവർ എന്നാണ് കേട്ടോ. ഏവര് തേ സംഖ്യാഹ. വൈശ്വദേവന്മാരെ കുറിച്ച് പറഞ്ഞ ഈ സംഖ്യകളില്ലേ, ഈ നമ്പറുകൾ, അതാണ് സ്വാമിജി ഉദ്ദേശിക്കുന്നത്. കഥമേ, അവ ഇതൊക്കെ ശരിയാണോ? ശരിക്കും എത്രയാണ് സംഖ്യ? അത് എന്തിനെയാണ് ഈ സംഖ്യകൾ? അങ്ങ് പറഞ്ഞ ഈ സംഖ്യകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? അതാണ് കഥമേ. ഏതെല്ലാം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? സൂചിപ്പിക്കുന്ന ഈ നമ്പറുകൾ എന്ത് എന്ന് എനിക്ക് വിസ്തരിച്ചു പറയൂ. ഇനി ആ വിസ്താരമാണ് തുടങ്ങുന്നത്. ദ്വിതീയ മന്ത്രം. അവിടെ ഒരു തിരുത്തുണ്ട്. പേജ് 279 ദ്വിതീയ മന്ത്രം മലയാളം പുസ്തകമുള്ളവരെടുക്കുക. സഹോവാച മഹിമാന ഏവ യേഷാം ഏതേ കോമ ത്രയത്രിംശത് ഏവ ദേവാഹ ഇതി. ഫുൾ സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് കഥമേന്നാണ് പുസ്തകത്തിൽ കഥമേന്നാക്കുക. തകമേന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വെട്ടിയിട്ട് കഥമേ, എത്ര എന്നുള്ള അർത്ഥം. ഒന്നുകൂടെ പറയാം. സഹോവാച മഹിമാന ഏവ യേഷ ഏതേ ത്രയത്രിംശത് ഏവ ദേവാഹ ഇതി. കഥമേ തേ ത്രയത്രിംശത് ഇതി. ഫുൾ സ്റ്റോപ്പ്. അഷ്ടൗ വസവഃ, അത് അണ്ടർലൈൻ ചെയ്യുക. അഷ്ടൗ വസവഃ. ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്, അഷ്ടവസുക്കളെ കുറിച്ച്. അഷ്ടൗ വസവഃ കോമ ഏകാദശ രുദ്രാഹ കോമ
ഇതെല്ലാം വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തോളൂ. ദ്വാദശ ആദിത്യാഹ, ദ്വാദശ ആദിത്യാഹ തേ ഏകത്രിംശത് ഇന്ദ്രച്ഛൈവ, ഇന്ദ്രച്ഛ ഏവ, രണ്ട് വാക്കാണ്. ഇന്ദ്രച്ഛ ഏവ, അവിടെ സൈലന്റ് ആയിട്ട് ചൈവ, ഇന്ദ്രച്ഛൈവ പ്രജാപതിച്ച ത്രയത്രിംശൗ എന്നാണ് സ്വാമിജിയുടെ വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ. ത്രയത്രിംശൗ ഇതി. നമ്മൾ ഗുരുകുലത്തിൽ പഠിച്ചത് ഇങ്ങനെയല്ല, ഞാനതൊന്ന് പറയാം. ത്രയത്രിംശവാ ഇതി, ത്രയത്രിംശവാ ഇതി, ശ്രദ്ധിക്കണേ. ത്രയത്രിംശവാ ഇതി, ത്രയത്രിംശ വാ ഇതി. ഒന്നുകൂടെ പറയാൻ നോക്കുക. സഹോവാച മഹിമാന ഏവ യേഷാം ഏതേ ത്രയത്രിംശത് ഏവ ദേവാഃ ഇതി. കഥമേ തേ ത്രയത്രിംശത് ഇതി. അഷ്ടൗ വസവഃ ഏകാദശ രുദ്രാः ദ്വാദശ ആദിത്യാः തേ ഏകത്രിംശത് ഇന്ദ്രച്ഛ ഏവ പ്രജാപതിശ്ച ത്രയത്രിംശ വാ ഇതി. ഇന്ദ്രച്ഛ ഏവ പ്രജാപതിശ്ച ത്രയത്രിംശ വാ ഇതി. ഒരുമിച്ച് ചൊല്ലാം. സഹോവാച മഹിമാന ഏവ യേഷാം ഏതേ ത്രയത്രിംശത് ഏവ ദേവാഃ ഇതി. കഥമേതേ ത്രയത്രിംശത് ഇതി. അഷ്ടൗ വസവഃ ഏകാദശ രുദ്രാः ദ്വാദശ ആദിത്യാः തേ ഏകത്രിംശത് ഇന്ദ്രച്ഛ ഏവ പ്രജാപതിശ്ച ത്രയത്രിംശ വാ ഇതി. സഹോവാച മഹിമാന ഏവ യേഷാം ഏതേ ത്രയത്രിംശത് ഏവ ദേവാഃ ഇതി. കഥമേതേ ത്രയത്രിംശത് ഇതി. അഷ്ടൗ വസവഃ ഏകാദശ രുദ്രാः ദ്വാദശ ആദിത്യാः തേ ഏകത്രിംശത് ഇന്ദ്രച്ഛ ഏവ പ്രജാപതിശ്ച ത്രയത്രിംശ വാ ഇതി. ഇന്ദ്രച്ഛ ഏവ പ്രജാപതിശ്ച ത്രയത്രിംശ വാ ഇതി. ദ്വിതീയ മന്ത്രം സഹോവാച. അപ്പോൾ അവിടെ ആരായിരിക്കും? സഹ ശാഖല്യഃ യാജ്ഞവൽക്യ ഉവാച അല്ലേ? സഹ അവൻ, ആര്? ശാഖല്യൻ. ഹ ഉവാച അവരോടായി പറഞ്ഞു. ആരോടായി? യാജ്ഞവൽക്യ ഉവാച യാജ്ഞവൽക്യ മഹർഷിയോടായി പറഞ്ഞു. ഇവിടെ നമ്മൾ ആ ഉവാച എന്നുള്ളതിന് പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം കേട്ടോ. അതായത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പറഞ്ഞു എന്ന് പറയുമ്പോൾ ഭൂതകാലം ആണ് വരിക, പക്ഷെ ഭൂതകാലം ഇവിടെ എടുക്കരുത്. പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ? വർത്തമാനം തുടരുകയാണ്, അവർ തമ്മിലുള്ള സംവാദം തുടരുകയാണ്. എന്ത് ചോദിക്കുന്നു? എന്താണ്? മഹിമാന ഏവ യേഷാം ഏതേ. മഹിമാന ഏവ യേഷാം ഏതേ എന്ന് വെച്ചാൽ ഏതേ ഇവർ. ഏതയുടെ കൂടെ അധ്യാഹാരം ചെയ്യുക. വൈശ്വദേവസ്യ ഏതേ. എഴുതി പോയാൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. വൈശ്വദേവസ്യ ഏതേ. വൈശ്വദേവന്മാർ അല്ലേ? ഏതേ അവർ, ഇവർ.
ഏതേ. നിങ്ങൾ എഴുതാൻ സമയം വേണേൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. മഹിമാന ഏവ ഏഷാം വൈശ്വദേവസ്യ ഏതേ. യഥാർത്ഥത്തിൽ ഈ ദേവതകൾ മഹിമാനം, ആരൊക്കെ? ഈ വൈശ്വദേവന്മാർ, അവയുടെ എന്താണ് മഹിമാനം, മഹിമകൾ. ഈ ദേവന്മാരുടെ നമ്പർ അങ്ങ് പറഞ്ഞല്ലോ. ഈ വൈശ്വദേവന്മാർ സാധാരണക്കാരല്ല, അവർ മനുഷ്യലോകത്തിൽ മനുഷ്യ ശരീരം അവതരിച്ചപ്പോൾ അവർക്ക് വൈശ്വദേവർ എന്നുള്ള പേരൊക്കെ കിട്ടി. അതൊക്കെ ശരി തന്നെ. പക്ഷെ അവർ നമ്മളെക്കാളും മനുഷ്യ ശരീരികളെക്കാളും ശ്രേഷ്ഠരാണല്ലോ യജ്ഞവൽക്കരെ, അല്ലേ? അവർ അതാണ് മഹിമ എന്ന് വെച്ചാൽ ശ്രേഷ്ഠത എന്നാണ് അർത്ഥം. അവർ നമ്മളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ ശ്രേഷ്ഠരാണല്ലോ. അതായത് ശ്രേഷ്ഠർ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ശ്രേഷ്ഠത എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെക്കാളും ശ്രേഷ്ഠ ശരീരികൾ, അതായത് പുണ്യം അധികം ഉണ്ടല്ലോ ഇവർക്ക്, അല്ലേ? ഒരാൾ എങ്ങനെയാണ് ദേവലോകത്തെത്തുക? അനേകം പുണ്യകർമ്മങ്ങൾ ചെയ്ത് 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 മനുഷ്യ ശരീരം ഈ ലോകത്ത് നിന്ന് ഉപേക്ഷിച്ച്, നമ്മൾ പഞ്ചാഗ്നി വിദ്യ പഠിച്ചിട്ടില്ലേ ചാന്തോക്യത്തിൽ? അതുപോലെ നമ്മൾ ഭഗവാന് ശരീരം ഉപേക്ഷിച്ച് പിന്നെ സൂക്ഷ്മ ശരീരം പരമാത്മാവുമായി ഏകീഭവിച്ച് പിന്നെ അടുത്ത പുനർജന്മത്തിൽ ചിത്രഗുപ്തൻ ഇങ്ങനെ നോക്കും, എത്രയാണ് നമ്മുടെ പുണ്യം, എത്രയാണ് പാപം. അപ്പോൾ പുണ്യം അധികമാണെങ്കിൽ, അല്ലേ? പുണ്യോ വൈ പുണ്യേന പാവേന ഭാവഃ ഉഭാഭ്യാം മനുഷ്യലോകാൻ. അതുപോലെ അപ്പോൾ പുണ്യം അധികമായിട്ടുള്ളവരാണ് ദേവലോകത്തെത്തുക. അതിലും പുണ്യം അധികമായിട്ടുള്ളവരാണ് ദേവതകളായി മാറുക. അതായത് ഇന്ദ്രൻ, വരുണൻ ഇത്യാദി ദേവതകളായി മാറുക. അപ്പം ആ ദേവതകളാണ് മനുഷ്യന്മാരായിട്ട് വൈശ്വദേവരായിട്ട് മനുഷ്യ ശരീരികളായിട്ട് വരുന്നത്. അപ്പോൾ അവർ നമ്മളുടെ മായി താരതമ്യം ചെയ്യുമ്പോൾ അവർ മഹത്തുക്കളാണല്ലോ എന്നാണ് ഇവിടെ മഹിമാന എന്ന വാക്കുകൊണ്ട് ശാകല്യൻ ഉദ്ദേശിക്കുന്നത്. അവർ ശ്രേഷ്ഠ ശരീരികളാണല്ലോ, അതാണ് അത് മഹിമാന. ആര്? ഏവ ഏഷാം വൈശ്വദേവസ്യ ഏതേ. ഈ വൈശ്വദേവന്മാർ നമ്മളെക്കാളും മഹത്തുക്കളാണല്ലോ, അവർക്ക് പുണ്യം അധികമുള്ളത് കൊണ്ട് അവർ പുണ്യം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. അതിനുശേഷം പറയുന്നു, ഈ മഹത് ശരീരത്തോടു കൂടിയ ശ്രേഷ്ഠ ശരീരത്തോടു കൂടിയ ഈ വൈശ്വദേവന്മാർ ത്രയത്രിംശത് ഏവ ദേവാഹ ഇതി. എന്താണ് പറയുന്നത്? ത്രയത്രിംശത്. ത്രയത്രിംശത് എന്ന് പറഞ്ഞാൽ ത്രയ എന്ന് വെച്ചാൽ 3, ശതം എന്ന് വെച്ചാൽ 10, ത്രയത്രിംശത് എന്ന് വെച്ചാൽ 33, അല്ലേ? ത്രിംശത് എന്ന് വെച്ചാൽ 30, ഏകത്രിംശത് 31, ദ്വാത്രിംശത് 32. അപ്പം ത്രയത്രിംശത് എന്ന് വെച്ചാൽ 33 അതാണ്. ഓക്കെ, നമ്മൾ പണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ വേദാന്ത സാരമൊക്കെ പഠിച്ചപ്പം കുറേ പേര് ഈ നമ്പർ കാണാണ്ട് പഠിച്ചിരുന്നു. 10-20 വരെയൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞൂടെ, ഒരു 10 ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലേ? നവമം, ദശമം, പിന്നെ ഏകാദശം, ദ്വാദശം, അങ്ങനെ. പിന്നെ വിംശതി വരുമ്പോൾ 20, ത്രിംശത് എന്ന് പറയുമ്പോൾ 30. അപ്പോൾ ത്രയത്രിംശത് 30ൻ്റെ കൂടെ 3 കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് പുസ്തകത്തിലുണ്ട്. ഇതൊന്നും നമുക്ക് നമ്പറിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഒരു മനപ്പാടാക്കാൻ വേണ്ടി ഒരു അഭ്യാസത്തിന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ത്രയത്രിംശത് ഏവ ദേവാഹ ഇതി. അവ 33 ഈ ആര്? വൈശ്വദേവസ്യ. വൈശ്വദേവന്മാർ പ്രധാനമായും 33 എണ്ണമാണ്. വീണ്ടും ശാകല്യം പറയുകയാണ്, ഈ 33 ദേവതകൾ എനിക്ക് കൃത്യമായിട്ട് വേണം. അങ്ങിങ്ങനെ റാൻഡമായിട്ട് നമ്പർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല യാജ്ഞവൽക്കരെ. എനിക്ക് അതിൻ്റെ എക്സാക്റ്റ് കണക്ക് വേണം. അതാണ് അടുത്ത ശാകല്യൻ്റെ അഭിപ്രായം. കഥമേ തേ
ത്രയത്രിംശത് ഇതി കഥമേ തേ തേ അവ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും തേയുടെ കൂടെ? കഥമേ തേ വൈശ്വദേവസ്യ. തേയുടെ കൂടെയും നമ്മൾ എന്ത് അധ്യാഹാരം ചെയ്യണം? വൈശ്വദേവസ്യ. തേ അവർ, ആര്? വൈശ്വദേവന്മാർ. കഥമേ തേ ത്രയത്രിംശതി ഇതി. അത് ശാകല്യൻ്റെ ഡയലോഗാണ്. ശാകല്യം എന്താ പറയുന്നത്? അല്ലയോ യാജ്ഞവൽക്യ മഹർഷി, എനിക്ക് ഈ വൈശ്വദേവൻ 33 അങ്ങ് നമ്പർ പറഞ്ഞല്ലോ, ആ 33 ശ്രേഷ്ഠന്മാരായ പ്രധാനികളായ വൈശ്വദേവന്മാർ, അവരെക്കുറിച്ച് എനിക്ക് അറിയ വേണം. അവ ഏതാണ്? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി അടുത്തത് പറയുകയാണ്. എന്ത് പറയുന്നു? അഷ്ടൗ വസവഃ. അതിൽ 8 എണ്ണം, 33 എണ്ണത്തിൽ 8 പേര് ആരൊക്കെയാണ്? അഷ്ടൗ 8 എണ്ണം വസവഃ, വസുക്കളാകുന്നു അല്ലേ? അഷ്ടൗ വസവഃ. നിങ്ങൾ റെഫറൻസ് വേണേൽ എഴുതിക്കോളൂ. ഭഗവത്ഗീത 10.23, 10ാം അധ്യായം 23ാമത്തെ ശ്ലോകം. രുദ്രാണാം ശങ്കരോസ്മി എന്നുള്ള എടുത്ത് ഭഗവാൻ പറയുന്നുണ്ട്. വസൂനാം പാവകാം, വസുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. പാവകൻ. ഇനി 8 പേരുടെയും പേര് യാജ്ഞവൽക്യ മഹർഷി തന്നെ പറയുന്നുണ്ട്. ഇത് ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട്. 10ാം അധ്യായം 23ാമത്തെ ശ്ലോകം അല്ലേ? 10ാം അധ്യായം വിഭൂതി യോഗം. ഭഗവാന്റെ വിഭൂതി അർജുനനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അതാണ് ഇതാണെന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ പറയുന്നില്ലേ, അതിൽ വസുക്കളെ കുറിച്ച് പറയുന്ന ഉദാഹരണം അല്ലേ? അഷ്ടൗ വസവഃ, 8 വസുക്കളുണ്ട്. വസുക്കൾ ആരെന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചോന്ന് അറിഞ്ഞൂടെ? വായിച്ചെങ്കിൽ സന്തോഷം, പിന്നെ അറിയാമെങ്കിലും സന്തോഷം. വസുക്കൾ, ഇനി ആ പേരുകൾ പറയുന്നുണ്ട്. അടുത്ത മന്ത്രത്തിൽ പേരുകൾ പറയുന്നുണ്ട്. ഇവർ 8 പ്രകൃതി ശക്തികളാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. പുരാണങ്ങളിലും വസുക്കളുടെ കഥകൾ പറയുന്നുണ്ട്. ഇവരെ വിഷ്ണുവിൻ്റെ പാർഷദന്മാർ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അല്ലെ സ്ഥിതിപാലകൻ, വിഷ്ണു എന്ന് ഉദ്ദേശിക്കുന്നത് ശംഖുചക്രഗദാധാരിയായ എന്നല്ല, സ്ഥിതിപാലകൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. പ്രപഞ്ചം സൃഷ്ടികർത്താവായി ഒരു ഭാവം ഭഗവാന്, അല്ലെ ഒരു രൂപം ഭഗവാന്, സ്ഥിതിപാലകനായി ഭഗവാൻ ഒരു ഭാവം അല്ലെങ്കിൽ രൂപം. ആ സ്ഥിതിപാലക രൂപത്തെയാണ് വിഷ്ണു എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ സ്ഥിതിപാലകന്റെ പാർഷദന്മാരാണ് ഈ അഷ്ടവസുക്കൾ. സ്ഥിതിപാലകന്റെ പാർഷദന്മാർ. ഇവരെന്തിനാണ് ഈ പാർഷദരായിട്ട് ഭഗവാന്റെ കൂടെ നിൽക്കുന്നത്? അല്ലെങ്കിൽ പാർശ്വവൃത്തി എന്താണ്? വൃത്തി എന്ന് വെച്ചാൽ ജോലി. ഈ പാർഷദന്മാർ ചെയ്യുന്ന ജോലി, ധർമ്മം എന്താണ്? ഈ പ്രകൃതി ശക്തിയെ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുക. മഴ വേണ്ടപ്പം മഴ, ഭൂകമ്പം വേണ്ടപ്പം ഭൂകമ്പം, അല്ലെങ്കിൽ എന്തൊക്കെയാണോ, മഞ്ഞ് വേണ്ട സ്ഥലത്ത് മഞ്ഞ്, അങ്ങനെ ആ പ്രകൃതിയുടെ താളം ഉണ്ടല്ലോ, അതിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുക എന്ന ധർമ്മമാണ് ഈ അഷ്ടവസുക്കൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരെ വസു എന്ന് വിളിക്കാൻ കാരണം. വസുക്കൾ എന്നാൽ വസിക്കുന്നവർ. എവിടെ? വിഷ്ണുവിൻ്റെ പാർഷദരായി പ്രകൃതിയെ സംരക്ഷിച്ചു വസിക്കുന്നവർ. വിഷ്ണുവിൻ്റെ പാർഷദരായി പ്രകൃതി എന്ന് വെച്ചാൽ 14 ലോകമുണ്ട് കേട്ടോ, അല്ല ഭൂലോകം മാത്രമല്ല. പ്രകൃതിയെ സംരക്ഷിച്ചു അല്ലെ പാലിച്ച് വസിക്കുന്നവർ. അതുകൊണ്ടാണ് ഇവരെ വസുക്കൾ എന്ന് വിളിക്കുന്നത്. വസു എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. 33 പേരിൽ 8 പേരായി, 8 വസുക്കൾ. പിന്നെ ആ പേരുകൾ യാജ്ഞവൽക്യ മഹർഷി തന്നെ പറയും. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വായിക്കാം, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. 1ാമത്തെ വസു അഗ്നി.
2 പൃഥിവി, 3 വായു, 4 ആകാശം അതായത് അന്തരീക്ഷം, നമ്മൾ പഞ്ചമഹാഭൂതത്തിലെ 1ാമത്തെ മഹാഭൂതം, 5 ആദിത്യൻ സൂര്യൻ, 6 ദ്യുലോകങ്ങൾ, 7 ചന്ദ്രൻ ചന്ദ്രദേവത, 8 നക്ഷത്രങ്ങൾ. ഈ 8 പേരാണ് അഷ്ടവസുക്കൾ. അപ്പോൾ 33-ന്ന് 8 പോയാൽ എത്രയുണ്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. അടുത്തത് ഏകാദശ രുദ്രാഹ. അത് വരും അമ്മ. അല്ല, അമ്മ എഴുതണ്ട. ഇപ്പം യാജ്ഞവൽക്യ മഹർഷി തന്നെ ഓരോരുത്തരുടെ പേരും പറയുന്നുണ്ട്. അടുത്ത മന്ത്രങ്ങളിൽ അവരുടെ പേരുകളാണ് പറയുന്നത് കേട്ടോ. അതായത് 3ാമത്തെ മന്ത്രത്തിൽ അഷ്ടവസുക്കൾ ആരെന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഇപ്പം എഴുതേണ്ട ആവശ്യമില്ല. 3ാമത്തെ മന്ത്രം എത്തുമ്പം അതിൽ തന്നെ പറയുന്നത് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പം ജസ്റ്റ് 33 ആരെന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഏകാദശ രുദ്രാഹ അല്ല. അപ്പം ഏകാദശ നമുക്കറിയാം, ദശം 10, ഏകാദശം എന്ന് വെച്ചാൽ 10ൻ്റെ കൂടെ 1 ചേർക്കുക. രുദ്രാഹ രുദ്രന്മാർ അല്ലെ. രുദ്രാഹ ബഹുവചനം കണ്ടോ അല്ലെ. ഇനി ഇതെന്തിനായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബഹുവചനം ഏകവചനം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് പ്രാക്ടീസ് ആകാൻ വേണ്ടിയാണ്. അപ്പം എവിടെ ഇനി പ്രധാരണയല്ല, നമ്മൾ ഭാഗവതമല്ല എന്ത് പഠിക്കുമ്പോഴും ഈ വാക്കുകൾ കാണുമ്പോൾ ഇത് ബഹുവചനമാണ് ഇത് ഏകവചനമാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഏകാദശ രുദ്രാഹ കണ്ടോ. വസവഹ തൊട്ട് മുമ്പ് കണ്ടോ. വസവഹ വസുക്കൾ, അതും ബഹുവചനം. രുദ്രാഹ അവിടെയും ബഹുവചനം. അടുത്ത കണ്ടോ. ദ്വാദശ ആദിത്യാഹ കണ്ടോ. അപ്പോൾ എവിടെയാണ് വിസർഗം ഇടേണ്ടത്? ബഹുവചനം വരുന്നിടത്ത്. ആദിത്യാഹ ആദിത്യന്മാർ. അപ്പോൾ നമുക്ക് മടങ്ങി വരാം. ഏകാദശ രുദ്രാഹ 11 രുദ്രന്മാർ. രുദ്രനിൽ നിന്നുണ്ടായ 11 പുരുഷന്മാരെയാണ് അതിനെയാണ് രുദ്രാഹ എന്ന് പറയുന്നത്. രുദ്രൻ എന്ന് പറഞ്ഞ ആരാണ്? സ്ഥിതിപാലകൻ വിഷ്ണു ആണെങ്കിൽ രുദ്രൻ ആരായിരിക്കും അല്ലേ? സംഹാരകർത്ത ഇതി രുദ്ര ഉച്യതേ. അല്ലെ ലയകർത്ത എന്നും പറയാം കേട്ടോ. രണ്ടും ശരിയാണ്. ലയകർത്ത അല്ലെങ്കിൽ സംഹാരകർത്ത ഇതി രുദ്ര ഉച്യതേ. സംഹാരകർത്ത അല്ലെങ്കിൽ ലയകർത്ത ഇതി രുദ്ര ഉച്യതേ. രുദ്രൻ ആരാകുന്നു? സംഹാരം ചെയ്യുന്നത്. എല്ലാറ്റിനെയും എപ്പോഴാണോ തന്നിലേക്ക് ലയിപ്പിക്കണമെന്ന് തോന്നുന്നത് ആ വിത്തിൻ സെക്കൻഡിൽ തന്നിലേക്ക് എന്തൊക്കെ താൻ സൃഷ്ടിച്ചോ, എന്തിനെയൊക്കെ വിഷ്ണു രൂപത്തിൽ ഇന്ന് ഇത്രയും കാലം പരിപാലിച്ചു, അതിനെയൊക്കെ തന്നിലേക്ക് തന്നെ ആവാഹിച്ചെടുക്കുന്നവൻ, ലയിപ്പിക്കുന്നവൻ. ആ ലയിപ്പിക്കുന്ന സമയത്തുള്ള പരമാത്മാവിൻ്റെ ഭാവത്തെയാണ് രുദ്രഭാവം അല്ലെ രുദ്രൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ രുദ്രനെ എന്താണ് പാർഷദന്മാർ, അവരാണ് രുദ്രാഹ. രുദ്രൻ്റെ പാർഷദന്മാർ. പാർഷദന്മാർ എന്താണ്? വിഷ്ണുവിൻ്റെ പാർഷദന്മാർ എന്താ ചെയ്തത്? സംരക്ഷണം. അതുപോലെ തന്നെയാണ് ലയകർത്താവായ രുദ്രൻ്റെ പാർഷദന്മാരും ചെയ്തത്. പാർഷദൻ എന്ന് വെച്ചാൽ സംരക്ഷണ വൃത്തി എന്നാണ് അർത്ഥം കേട്ടോ. ഭഗവാന്റെ എത്ര പാർഷദന്മാർ. ഇപ്പം നന്ദിയും ഭൃങ്കിയൊക്കെ ഭഗവാന്റെ പാർഷദന്മാരല്ലേ, ഭഗവാൻ മഹാദേവൻ്റെ പാർഷദന്മാർ. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ആ ഭാവത്തിന് സപ്പോർട്ട് ചെയ്യുകയാണ്. അതിന് എന്തൊക്കെയാണോ പ്രകൃതിയിൽ ചെയ്യേണ്ട ധർമ്മങ്ങൾ, ആ ധർമ്മം ചെയ്യുവാനായിട്ട് അനുയോജ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഡ്യൂട്ടിയാണ്, ധർമ്മമാണ് പാർഷദന്മാർക്കുള്ളത്. അപ്പോൾ ഇവർ 11 പേരാണ് ലയധർമ്മത്തിന് സഹായിക്കുന്നവർ. ഇനി ആ പേരുകളും അടുത്ത മന്ത്രത്തിൽ പറയുന്നുണ്ട്. 4ാമത്തെ മന്ത്രത്തിലാണ് 11 പേരുടെ പേരുകൾ പറയുന്നത്. അതിനുശേഷം 11 ആദിത്യന്മാർ. അത് നമുക്ക് നാളെ പഠിക്കാം. ആദിത്യന്മാരെന്താണ് എന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. അതിഥിയുടെയും കശ്യപ മുനിയുടെയും 12 പുത്രന്മാർ, അങ്ങനെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇവിടെ
പറയുന്ന എന്ത് എന്ന് നമുക്ക് അതുമായിട്ട് താരതമ്യം ചെയ്ത് ദ്വാദശം അല്ലേ, ദ്വാ 2, ദശം 10, അപ്പം എത്രയായി? ദ്വാദശം അല്ലേ. ഇതിങ്ങനെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ കുളിക്കുമ്പോഴും ഒക്കെ ഈ നമ്പർ ഇങ്ങനെ ഓർക്കണേ അല്ലേ. ഇന്ന് ഏകാദശി, ദ്വാദശി അല്ലേ, ത്രയോദശി, പൗർണമി, ഇങ്ങനെ ഓർക്കണം. അപ്പം നമ്പർ നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.